തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ രോഗികളോട് മോശമായി പെരുമാറുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ KP മജീദ് MLA ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആരാഞ്ഞു. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ പരിക്കുപറ്റി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 4 വിദ്യാർത്ഥികൾക്കാണ് ഡോക്ടർ ചികിത്സ നിഷേധിച്ചത്. വൈകിട്ട് 5:30 OP ടിക്കറ്റ് എടുത്ത് അത്യാഹിത വിഭാഗത്തിലെത്തിയ കുട്ടികളെ പരിശോധിക്കാതെ ഏറെ നേരം പുറത്തു നിർത്തുകയും ശേഷം 8 മണിക്ക് ചാർജ് എടുത്ത ലേഡി ഡോക്ടർ കുട്ടികളെ പരിശോധിച്ച് ചികിത്സ നൽകിയ കാര്യം മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം MCFനായി കണ്ടെത്തിയ 20 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സാങ്കേതിക തടസ്സങ്ങളില്ലെന്നും ഭൂമി എത്രയും വേഗം ലഭ്യമാക്കുമെന്നും ജില്ലാ കളക്ടർ KP മജീദ് MLA അറിയിച്ചു. ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, MLA മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, P അബ്ദുൽ ഹമീദ്, P നന്ദകുമാർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, P ഉബൈദുള്ള, നഗരസഭാ അധ്യക്ഷർ ADMC മുഹമ്മദ് റഫീഖ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PD ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.